നിന്നെ ഞാൻ ശപിക്കുകയാണ്. നിന്റെ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ഞാൻ പഠിപ്പിച്ച പരിശീലനം നീ മറക്കും. നിന്റെ ഏറ്റവും വലിയ യുദ്ധത്തിൽ നീ അയോഗ്യനായി മാറും. അന്നാദ്യമായി ദുര്യോധനന്റെ വിളി കർണൻ കേട്ടില്ല. കർണ, ഞാൻ നിന്നെ മനസ്സിലാക്കിയിടത്തോളം മറ്റാരും നിന്നെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം എപ്പോഴും എന്നിൽ സംശയങ്ങൾ നിറയ്ക്കുന്നു. ദുര്യോധന, നീ അറിയുന്നത് മാത്രമാണ് ഈ കർണൻ. അതിനപ്പുറം ഒന്നും, ഒരു രഹസ്യവും എന്നിലില്ല. അല്ല കർണ, ഒരു രഹസ്യമുണ്ട്. അർജുനൻ. പാണ്ഡവർ 4 പേരോടും ഇല്ലാത്ത എന്ത് വൈരാഗ്യമാണ് നിനക്ക് അവനോടുള്ളത്. അവനോടുള്ള പക എനിക്ക് നിന്റെ കണ്ണുകളിൽ ഈ നിമിഷം പോലും കാണാം. ഇതാ ഈ തലമുറയിലെ ഏറ്റവും വലിയ വില്ലാളി അർജുനൻ. ഞാനും അർജുനൻ പഠിച്ച അതേ വിദ്യകളും അറിവും തന്നെയല്ലേ അവിടെ പ്രകടമാക്കിയത്. അവന് പ്രശംസയാണ് എല്ലാവരും നൽകിയതെങ്കിൽ എനിക്കോ? നീ ആരാണ് യുവാവേ അർജുനനെ പോലെയുള്ള ഒരു രാജകുമാരനെ വെല്ലുവിളിക്കാൻ? നിങ്ങളുടെ ജനനവും വംശപരമ്പരയും ഏതാണ്? നിങ്ങൾ ഏത് രാജ്യത്തെ രാജാവാണ്? ഞാൻ പരിഹസിക്കപ്പെടുമ്പോഴെല്ലാം വിജയം കൈവരിക്കുന്നത് അവൻ തന്നെയാണ്, അർജുനൻ. ഞാനോ അവനോ ഉള്ളിടത്തോളം കാലം ഇത് അവസാനിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കാൻ ഞാൻ കണ്ട വഴിയാണിത്. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ അവൻ. ഇരുവരും ശക്തമായി തന്നെ പോരാടുവാൻ തുടങ്ങി. ഞെട്ടലോടെയാണ് എല്ലാവരും അത് കണ്ടുനിന്നത്. ഈ യുദ്ധത്തിന്റെ അവസാനം തങ്ങളിൽ ഒരാൾ മാത്രമേ തിരിച്ചു പോകുമെന്നുള്ള വാശി ഇരുവരിലും ഉണ്ടായിരുന്നു. അമ്പുകളുടെ പെരുമഴയായിരുന്നു അവിടെ. മറ്റ് സൈന്യങ്ങൾ വരെ ആയുധം നിലത്ത് വെച്ച് അത് നോക്കി നിന്നു പോയി.